ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ കളങ്കാവൽ കത്തി 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 കയറിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഇത് കത്തി കത്തി ഇനി അവസാനം ന്യൂ ഇയറും കഴിഞ്ഞാൽ ഇതിൻ്റെ തിരക്ക് കഴിയും തോന്നുന്നില്ല. കാരണം അത്രമാത്രം ട്രെൻഡിങ് ആയിട്ടാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. കാരണം ടിക്കറ്റ് വിൽപ്പനയിലായാലും ആളുകളുടെ കൊണ്ട് പ്രതികരണമായാലും, കാരണം ഇതുവരെ കാണാത്തൊരു സിനിമ പശ്ചാത്തലവും അതിലേക്ക് നമ്മുടെ സൂപ്പർ താരം മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഒരു എന്താ പറയുക, അഭിനയിച്ച് തകർത്തില്ലെങ്കിൽ ഭ്രാന്തായിട്ട് അഭിനയിച്ചവരില്ലേ, ആ ഒരു സംഭവം. വില്ലൻ പറഞ്ഞാൽ കൊടൂര വില്ലൻ, ഇതുപോലെ വില്ലനില്ല. അതിന് തളയ്ക്കാൻ പറ്റിയ ആളോ, നമ്മ തലവരനെ തളച്ച വ്യക്തി ശ്രീ വിനായകൻ. എന്തല്ലേ ശരിക്കും ജിതിൻ കെ ജോസ് എന്ന ആ ഒരു ഡയറക്ടറിന് സല്യൂട്ട് വേണം. നീ ഇത്രയും നല്ലൊരു സിനിമ, ഇങ്ങനെയൊരു സാധനം ഇങ്ങേരെ കൊണ്ട് തന്നെ ചെയ്യിച്ചല്ലോ. അതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഹാപ്പിയാണ്. കാരണം എന്താ, ഓരോ ദിവസം കഴിയുമ്പോൾ ടിക്കറ്റ് റേറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. അത്ര മനോഹരമായിട്ടാണ് അവർ ആ ഒരു ഓരോ ദിവസത്തെ പോസ്റ്റർ ഇടുന്നത്. കളങ്കാവലെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ട്രെൻഡ് സെറ്റായി മാറിയ പോലെ. കാരണം ഓരോ ദിവസവും ഓരോരോ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്, ഓരോരുത്തൻ്റെ അഭിപ്രായങ്ങൾ കണ്ടു. ചില ആളുകൾ ഒരു പ്രാവശ്യം കണ്ടത് പോലെ 4 പ്രാവശ്യം കാണുന്നു, 3 പ്രാവശ്യം കാണുന്നു, 5 പ്രാവശ്യം കാണുന്നു. അങ്ങനെ ഒരു കുറേ പേര്, കാരണം ആ ഓരോ ലെയറാണ് ഭയങ്കര രസമാണ്. കളങ്കാവലിലെ ഓരോ ലെയർ ക്രിയേഷൻസ്. ഇപ്പോൾ ഫസ്റ്റ് ലെയർ മുതൽ നോക്കുകയാണെങ്കിൽ ആ ഓരോ നായികമാരെ കാണിക്കുമ്പോഴും ആ ഓരോ നായകന്മാരെ ഫ്ലേർട്ട് ചെയ്യുന്ന രീതി മമ്മൂട്ടിയുടെ മാനുഷികമായ ഒരു ആക്ടിങ്. കാരണം അദ്ദേഹം അധികം നിൽക്കാത്ത പരിപാടിയാണ്, പക്ഷേ അങ്ങേരെ വെച്ച് ഇതുപോലെ ചെയ്യിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹത്തെ ഒരു കൊലപാതകത്തിലേക്കോ അല്ലെങ്കിൽ വേറെ വല്ല രീതിയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ അങ്ങനെയൊക്കെ പറയുന്ന ഭയങ്കര ക്രൂവൽ മൈൻഡ് എക്സിറ്റ്. ആ ഒരു പിച്ചക്കാരൻ്റെ ഒരു സീനുണ്ട് മക്കളെ, എൻ്റെ മോനെ, അത് കണ്ട് ശരിക്കും കിളി പോയി. ശരിക്കും മമ്മൂട്ടി എന്ന ആക്ടർ നമ്മളങ്ങോട്ട് പീക്ക് ലെവലിൽ കൊണ്ടുപോയിട്ടുണ്ടല്ലോ, ഇല്ലാണ്ടേക്കളെ അമ്മൊരു സാധനമാണ്. എന്തായാലും പാട്ടം അങ്ങോട്ട് കത്തി കയറി എന്നല്ല പറയാം, കയറി കൊളുത്തി. ഇനി എന്ത് റെക്കോർഡ്, 100 കോടി എന്നല്ല നമ്മുടെ മെയിൻ പരിപാടി. പക്ഷേ ആ 100 കോടി അടിക്കുന്നു പറയുന്നുണ്ട്, അടിക്കട്ടെ. അങ്ങനെ മമ്മൂട്ടിക്ക് മാത്രം 100 കോടിയില്ല പറഞ്ഞ് കുറേ പേർ കളിയാക്കുന്നുണ്ട്. അതൊക്കെ വെറുതെയാണ്. നമ്മൾ മമ്മൂട്ടിന്ന് പ്രതീക്ഷ ഒറ്റ കാര്യമുള്ളൂ, നല്ല സിനിമ, നല്ല സാധനം നമുക്ക് തരിക, നമ്മളിരുന്ന് കാണും. അത് എത്ര വലിയ സംഭവമാണെങ്കിലും നമുക്ക് കണ്ടിരിക്കും. അതിൽ മമ്മൂട്ടി എന്ന വ്യക്തി ഉണ്ടാവില്ല, അതിൽ ക്യാരക്ടർ മാത്രമേ ഉണ്ടാവൂ. അതാണ് മമ്മൂട്ടി സിനിമേൻ്റെ ഒരു പ്രത്യേകത. എന്തായാലും പൊടിക്കട്ടെ, പൊടിച്ചെടുക്കട്ടെ. എല്ലാവരും പോയി ഇനി കാണാത്തൊരു കാണൂ. ഓക്കെ, ബൈ.